ഇന്ന് ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. എങ്ങനെയൊന്നല്ലേ, ഞാൻ ഇത് ഇവിടുത്തെ ഫയർ പ്ലേസിൽ കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് എൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് വെച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് ചുട്ടെടുക്കും. കാണിച്ചു തരാം. ഒന്നെങ്കിൽ ഇതിൽ വയ്ക്കും, ഹൈറ്റിനനുസരിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ. ഏതായാലും നടക്കോ ഇല്ലേന്ന് അറിയത്തില്ല. കുറച്ചെങ്കിലും ചുട്ട് കിട്ടുവാണെങ്കിൽ നാരങ്ങ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് പതുക്കെ എൻ്റെ മേലിൽ റബ്ബ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സൂപ്പറായിട്ട് കഴിക്കാം. അങ്ങനെ ഞാൻ തുടങ്ങുവാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിന് വേസ്റ്റ് ഒന്ന് കുറേ ഉണ്ട്. ഭയങ്കര പാടപ്പ. നല്ല ഫ്രഷ് ആട്ടോ, കുഞ്ഞു പിഞ്ച്. ചവറ് കുറേ വരുന്നുണ്ടെന്നല്ല ഉണ്ട്. ഇരുന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് അന്നേരം എന്തുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നും ഓർമ്മ വരും. അപ്പം അതിനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര പാട് മുറിക്കാനായിട്ട്. ചെയ്ത് നോക്കട്ടെ, സക്സസ് ആവുമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് കത്ത് പിടിക്കാതിരുന്ന കൊള്ളാം. ഓക്കെ, ഇത്രയും വേസ്റ്റ് വന്നു. ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് ഇത് ബേസിനകത്ത് ഇട്ടു. ഇനി ഇതത്രയും താഴത്തെ നമ്മുടെ കോൺ എത്രയുണ്ട്, ഇതിനെ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതിലേക്ക് ഏതെങ്കിലും നിന്ന് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാൻ പോവാം. ഇത് അല്ലാണ്ട് തന്നെ തിന്നാം കേട്ടോ, നല്ല മധുരമുണ്ട്. ഇത് പിഞ്ച് സാധനം. നോക്കട്ടെ, ഞാനിനി കാണിക്കാൻ പോകുന്നത് റെക്കമെൻഡഡ് അല്ല, ഒരിക്കലും ഇത് ചെയ്യരുത്. ഇത് എനിക്കിങ്ങനെ എടുത്ത് ഇതിലേക്ക് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പതുക്കെ ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇതിനെടുത്തിട്ട് അങ്ങ് വയ്ക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് എടുക്കുന്ന സമയത്തെ തിരിച്ചും മറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൽ ചെറുതായിട്ട് നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അവിടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആ ഈർപ്പൊക്കെ നല്ല ജ്യൂസി, അതായത് ഇത്രയും പൊട്ടുന്നത്. ഇതിൽ ഞാൻ നാരങ്ങ തേച്ച് റെഡിയാക്കി. ഇനി നമുക്ക് ഇതെന്തായാലും നോക്കാം. ഒരു സൈഡ് ആയി, ഇനി പതുക്കെ മറ്റേ സൈഡും കൂടി ഒന്ന്. ഇത് ഒരിക്കലും ആരും ചെയ്യരുത്. എൻ്റെ ചെറിയ പട്ടുകളാണിതൊക്കെ. ജസ്റ്റ് ഒന്ന് തിന്നാൻ തോന്നിയത് കൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് അതിൻ്റെ അടുത്തിരിക്കണം. തീയുമായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കുക. അങ്ങനെ എൻ്റെ രണ്ടാമത്തതും റെഡിയായി. ഞാൻ അതിലേക്ക് നാരങ്ങ നീര് തേക്കുവാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി കൊണ്ടുവന്നിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പും മുളകും കൂടി റെഡിയാവും.
ചുട്ടെടുത്ത കോണ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. 2 അതിൽ ഓൾറെഡി ഞാൻ നാരങ്ങ കുറച്ച് അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും മുളകും കൂടി ഇടുവാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിൽ തന്നെ മിക്സ് ചെയ്യണം. വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് അങ്ങനെ. ഫയർ പ്ലേസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. ഇതെല്ലാം ഇന്ത്യൻസിൻ്റെ രീതികളാണ്. ഇനി ഇത് ഒരു പാർട്ട് എനിക്ക്, ഒരു പാർട്ട് മോക്ക് കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളുടെ രാത്രി ഡിന്നറിന് ശേഷമുള്ള എന്തെങ്കിലും കഴിക്കാനുണ്ടോ, കഴിക്കാൻ എക്സ്ട്രാ സാധനം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കഴുകി വെച്ചിട്ട് എല്ലാം അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ച് വയ്ക്കുക. ഇതൊന്ന് കടിച്ചു നോക്കാം. സൂപ്പർ. ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മണലിലിട്ട് നോക്കിയില്ലേ, അതിൻ്റെ മണ്ണിച്ചിട്ട് കടിക്കാൻ കിട്ടി. പല്ലിൽ ശരിയാവുന്നില്ലത്. പക്ഷെ ടേസ്റ്റ് ചുട്ടെടുത്ത് തിന്നുന്ന സാധനങ്ങൾ എങ്ങനെ, ഉപ്പും മുളകും ഇച്ചിരി നാരങ്ങ നീരും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ശരി.